വെൽക്കം ബാക്ക് ടു ടിക്കിൾ ടോസ്. ഇത് നമ്മുടെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ് ഗൈസ്. ഈ വീഡിയോ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് എടുക്കുന്നത്. നാട്ടിൽ പോകുന്നതിന്റെ തലേദിവസം ഇതിന്റെ ഷോർട്ട് വീഡിയോ എടുത്തായിരുന്നു. തിരിച്ചു വന്ന് എഡിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഒരു മെനയാകുന്നില്ല. എന്നാൽ പിന്നെ ഒന്നുകൂടെ ഒരു ലോങ് വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു. മിനി ബുക്സ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഞാൻ കുറേ ഉണ്ടാക്കി കൂട്ടിയിട്ടുണ്ട്. ഒരെണ്ണം നമ്മുടെ ചാനലിലും വേണ്ടെന്നൊരു തോന്നൽ. അപ്പോൾ ഇതൊക്കെ ഔട്ട് ഓഫ് ട്രെൻഡ് ആയെന്നൊരു സംശയം. നമ്മുടെ ചാനൽ തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയി പോയല്ലേ. എന്തായാലും ഒരെണ്ണം ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പിൻട്രസ്റ്റ് അടിച്ചു പറക്കി. നാട്ടിൽ പോകുന്ന തിരക്കിലാണ് ഈ പരിപാടി എന്ന് ഓർക്കണം. നല്ല വിൻറ്റേജ് ലുക്കിൽ തന്നെ ഒരെണ്ണം കൈ കിട്ടി, കൈയോടെ ഉണ്ടാക്കി. കാർഡ്ബോർഡ് പീസ് ന്യൂസ് പേപ്പറും പിന്നെ നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പും മാത്രം മതി. പിന്നെ ദിസ് ന്യൂസ് പേപ്പർ, ഇത് ഞാൻ പ്രിന്റ് എടുത്തതാണ്. നമുക്ക് വിൻറ്റേജ് ലുക്ക് വേണമല്ലോ. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു കെട്ട് ന്യൂസ് പേപ്പറുമായിട്ടാണ് വന്നത്. അതും എൻ്റെ 2 അച്ചാറ് കുപ്പി വലിയ കൊടുക്കേണ്ടി വന്നു വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ. ബട്ട് ഞാൻ കൊണ്ടുവന്നതെല്ലാം നല്ല തൂവെള്ള പുതിയ ന്യൂസ് പേപ്പേഴ്സ്. സോ എഗെയിൻ പ്രിന്റ് എടുത്തു. പിന്നെ ഈ ചുവന്ന വള്ളി പുതിയ ഡ്രസ്സ് വാങ്ങിയപ്പോൾ ടാഗ് തൂക്കിയിട്ടിരുന്നതാണ്. ഇതുപോലെ ഭംഗിയുള്ള എന്ത് സാധനം കിട്ടിയാലും സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. ഈ വള്ളി നമുക്ക് ഇതുപോലെ 2 അറ്റത്ത് ഒട്ടിച്ചു കൊടുക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ. കാർഡ്ബോർഡ് പീസ് കൊണ്ട് ബുക്കിന്റെ ചട്ടയുണ്ടാക്കി ന്യൂസ് പേപ്പർ എടുത്ത് പൊതിയുന്നു. ദാറ്റ്സ് ഇറ്റ്. 10x10 സെന്റിമീറ്ററിൽ 2 ബിഗ് പീസും 3x10 സെന്റിമീറ്ററിൽ സ്മോൾ മിഡിൽ പീസുമാണ് നമ്മുടെ കാർഡ്ബോർഡ് പീസിന്റെ അളവ്. അളവ് കൂട്ടിയും കുറച്ചും നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. 2 സ്മോൾ ആണെങ്കിൽ വെരി ക്യൂട്ടായിരിക്കും, പക്ഷെ നമുക്ക് കാണാനേ കൊള്ളൂ. ഇതാവുമ്പോൾ നമുക്ക് എഴുതാനും പറ്റും, യൂസ്ഫുൾ ആണ്. ഇപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന മിഡിൽ പോർഷൻ ഒന്ന് ശ്രദ്ധിച്ചോ. നമ്മളിവിടെ 6 പേജസ് ഉള്ള ബുക്കാണ് ഉണ്ടാക്കുന്നത്. സോ 3 പീസസ് എടുത്തിട്ടുണ്ട്. കൂടുതൽ പേജസ് വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കിക്കോ. മുകളിലേക്ക് വെക്കുന്നതിനനുസരിച്ച് സൈസ് കുറച്ചെടുക്കണം, അത്രേ ഉള്ളൂ. അതിലേക്കാണ് ബുക്കിന്റെ പേജസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ സ്വീറ്റ് സബ്സ്ക്രൈബേഴ്സ് കുറേ വീഡിയോസ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ചെയ്യാൻ ശ്രമിക്കാം. വെക്കേഷൻ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറിയതിൻ്റെ ഒരു ചടപ്പാണ്. ഒന്നിനും ഒരു മൂഡില്ല. നാട്ടിലെ മഴയും അമ്മ ഉണ്ടാക്കുന്ന ഫുഡും ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. 2-3 ആഴ്ച എടുക്കും അഡ്ജസ്റ്റ് ആവാൻ. പിന്നെ ടിക്കിൾ ടോസിന്റെ സബ്സ്ക്രൈബേഴ്സിന് താങ്ക്സ്. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഇത്ര പെട്ടെന്ന് ആകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നമ്മളിപ്പോൾ 10K ആവാനായി. പിന്നെ കുറേ പേര് ഗീവ് അവേ ഗിഫ്റ്റ് ചോദിച്ചുകൊണ്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാവരും ഗീവ് അവേ വീഡിയോ ഒന്ന് കാണണേ. എങ്ങനെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തതെന്ന് ഗീവ് അവേ ലോങ് വീഡിയോയിലുണ്ട്. ക്രാഫ്റ്റ് ചെയ്യുന്ന ടിക്കിൾ ടോസിന്റെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങൾ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ് ഐറ്റംസ് ടിക്കിൾ ടോസിന്റെ കമ്മ്യൂണിറ്റി പേജിൽ ഷെയർ ചെയ്തിടാൻ മറക്കണ്ട. എല്ലാവർക്കും കാണാലോ, അഭിപ്രായങ്ങളും അറിയാൻ പറ്റും. ഓണത്തിന്റെ അവധിക്ക് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക്. സക്സസ് ആയാലും ഫെയിൽ ആയാലും നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ചാമ്പിക്കും. നിങ്ങളുടെ കമൻസ് ആണ് എൻ്റെ എനർജി. ഈ പോസിറ്റീവ് കമൻസും സപ്പോർട്ടുമാണ് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ നമ്മുടെ ബുക്ക് ഫൈനൽ സ്റ്റേജിലേക്ക്. വള്ളികൾ 2 കൂട്ടിക്കെട്ടി ഫ്രണ്ടിൽ അല്ലറ ചില്ലറ ഡെക്കറേഷൻ ചെയ്തപ്പോൾ അടിപൊളി ലുക്കായി. നമ്മുടെ വിൻറ്റേജ് ബുക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം, ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.